നമ്മുടെ എല്ലാ തരം എക്സ്പീരിയൻസ്, സന്തോഷമായാലും ദുഃഖമായാലും അതിൻ്റെ എല്ലാം ഓണർ തീർത്തും നമ്മളാണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും സന്തോഷിക്കാം, എപ്പോൾ വേണമെങ്കിലും ദുഃഖിക്കാം. ഈ സദസ്സ് തുടങ്ങുമ്പോൾ നമുക്ക് സന്തോഷിക്കാം. അൽഹംദുലില്ലാ, വലിയ സന്തോഷകരമായൊരു ദൗത്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് ചേർന്നത്. വേണമെങ്കിൽ ദുഃഖിക്കാം, കാരണം ഇതിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ തീരൂലേ. ദുഃഖിക്കാം. ഒരാൾ വീട്ടിൽ കൂടാൻ, നല്ല അടിപൊളി വീട്, എല്ലാ പണിയും പൂർത്തിയായി, എല്ലാം ഷെയറായി, അയാൾക്ക് വളരെ സന്തോഷത്തോടു കൂടി ആ വീട്ടിൽ കയറി താമസിക്കാം. എന്നാൽ അതേ സമയത്ത് വേണമെങ്കിൽ അയാൾക്ക് സങ്കടപ്പെടാം. പടച്ചോനെ, ഇതിൽ നിന്നും എന്നെ ഒരു ദിവസം 3 കെട്ടും കെട്ടി പഞ്ഞൊക്കെ, കണ്ണിനും മൂക്കിനൊക്കെ പഞ്ഞൊക്കെ വെച്ച് കൊണ്ടുപോകില്ലേ, സങ്കടപ്പെടാം. ലൈഫിൽ ഏത് നിമിഷവും ഇങ്ങനെയാണ്. എല്ലാ സങ്കടങ്ങളുടെയും യഥാർത്ഥ സ്ഥിതി ഇങ്ങനെയാണ്. നമുക്ക് സങ്കടപ്പെടാനും പറ്റും, സന്തോഷിക്കാനും പറ്റും. അതിലൊരു സത്വവിശ്വാസി ചെയ്യേണ്ടത് മാക്സിമം സന്തോഷത്തോടെ എങ്ങനെ ജീവിക്കാം എന്ന കാഴ്ചപ്പാട് സെറ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഇസ്ലാമിന് അതേ താല്പര്യമുള്ളൂ. ഇനി വല്ലപ്പോഴും വല്ല മുസീബത്തോ പ്രയാസമോ ഉണ്ടായാൽ, ഇതാ അസ്വാബത്തുഹും മുസീബത്തുൻ, പ്രയാസങ്ങളുണ്ടായാൽ സ്വാഭാവികമായും നമുക്കൊരു വിഷമമൊക്കെ ഉണ്ടാകും. പക്ഷെ ആ വിഷമം കൊണ്ട് നടക്കരുത്, റിമൂവ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഈ റിമൂവ് ചെയ്യാൻ ഇസ്ലാം ഒരു പ്രോസസ്സ് പഠിപ്പിച്ചു. എന്താണ്? ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നിങ്ങൾ എന്ത് പറയണം? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയണം. അങ്ങനെ പറയുന്നത് ആവർത്തിച്ച് പറയുമ്പോൾ മൈൻഡ് മാറും. വിഷമമുണ്ടായാൽ വിഷമം മാറും. എപ്പോൾ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞാൽ.